إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أيها الناس أوصيكم وإياي أولا بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله يا أيها الذين آمنوا اتقوا الله ولتنظر نفس ما قدمت لغد واتقوا الله إن الله خبير بما تعملون. ഏറെ സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം പാലിച്ച് ജീവിക്കണമേ എന്ന് ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. റഹ്മാനായ നാഥൻ അവൻ ഇഷ്ടപ്പെടുന്ന അടിമകളുടെ കൂട്ടത്തിൽ നാം എവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, ആളുകളെല്ലാവരും അശ്രദ്ധയിലായിരിക്കുന്ന സമയത്ത് ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് ധാരാളം മഹത്വങ്ങളുണ്ട്, ധാരാളം പ്രതിഫലങ്ങൾ ലഭിക്കുന്ന കാര്യമാണ്. ആളുകളെല്ലാവരും അശ്രദ്ധയിലായിരിക്കുമ്പോൾ, ആളുകൾ അമൽ സ്വാലിഹാത്തുകളിൽ നിന്ന് മാറി നിന്ന് ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അമൽ സ്വാലിഹാത്തുകൾ വർദ്ധിപ്പിക്കുക എന്നുള്ളത്. റമളാൻ നമ്മുടെ മുമ്പിലാണ്. ആ റമളാൻ എത്തുന്നതിന് മുമ്പായിട്ട് റമളാനെ സ്വീകരിക്കുവാൻ വേണ്ടി നമ്മൾ സജ്ജരാകേണ്ടതുണ്ട്. സാധാരണ റമളാനിന് തൊട്ടു മുമ്പുള്ള മാസവും അതേപോലെ തന്നെ ശേഷമുള്ള മാസവുമൊക്കെ ആളുകൾ പൊതുവെ അശ്രദ്ധയിലായിരിക്കാനാണ് സാധ്യത. ആ സമയങ്ങളിൽ ധാരാളമായിട്ട് അമലുകൾ ചെയ്യുക എന്നുള്ളത് നമുക്ക് പുണ്യം വർദ്ധിപ്പിക്കുന്നതാണ്. അനസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും. عن أنس بن مالك رضي الله عنه قال قال رسول الله صلى الله عليه وسلم افعلوا الخير دهركم وتعرضوا لنفحات رحمة الله فإن لله نفحات من رحمته يصيب بها من يشاء من عباده وصلوا الله أن يستر عوراتكم وأن يؤمن
വഅൻ യുഅമ്മിന റൗആതികും റവാഹു തൊബ്രാനി വഹസനഹുൽ അൽബാനി റഹ്മഹുല്ലാഹ്. അനസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇഫ്അലുൽ ഖൈറ, നിങ്ങൾ നന്മകൾ പ്രവർത്തിക്കണം. ഇഫ്അലുൽ ഖൈറ ദഹ്റക്കും, നിങ്ങളുടെ എല്ലാ കാലഘട്ടത്തിലും മുദാവമത്തായിട്ട് തുടർച്ചയായിട്ട് നിങ്ങൾ നന്മകൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കണം എന്നുള്ളതാണ്. പ്രത്യേകിച്ച് മൗസിമുൽ ഇബാദത്ത്, ഇബാദത്തിന്റെ ആരാധനകൾ നിർവഹിക്കുന്ന കാലഘട്ടങ്ങളിൽ, പുറമെ ആളുകൾ മറന്നിരിക്കുന്ന അല്ലെങ്കിൽ ആളുകൾ ഗഫ്ലത്തിലായിരിക്കുന്ന സന്ദർഭത്തിലും നിങ്ങളുടെ ഇബാദത്തിനെ തുടർത്തിക്കൊണ്ടിരിക്കണം. എല്ലാ ആളുകളും റമളാനിൽ പ്രവർത്തനങ്ങളിൽ മുഴുകും. പക്ഷെ അതല്ലാത്ത കാലഘട്ടങ്ങളിലും നമ്മൾ പ്രവർത്തനങ്ങളിൽ മുഴുകണം. പ്രത്യേകിച്ച് അതിനൊക്കെ സ്വീകരിക്കാൻ വേണ്ടി നമ്മൾ നിൽക്കുന്ന ഈ കാലഘട്ടത്തിൽ അള്ളാന്റെ റഹ്മത്ത് അല്ലാഹു തആല ചില ആളുകൾക്ക് അത് പ്രത്യേകമായി നൽകുന്നു എന്നുള്ളതാണ്. അല്ലാഹു തആല ഉദ്ദേശിക്കുന്ന ആളുകൾക്ക്. അപ്പൊ ആ ഉദ്ദേശിക്കപ്പെടുന്ന ആളുകളിൽ നമ്മൾ ഉൾപ്പെടണമെങ്കിൽ ആ റഹ്മത്ത്, ആ പ്രതിഫലങ്ങൾ, ആ അള്ളാഹുവിന്റെ ബർക്കത്ത്, അള്ളാഹുവിന്റെ കാവൽ അത് നമുക്ക് ലഭിക്കണമെങ്കിൽ മൗസിമുൽ ഇബാദത്ത് അല്ലാത്ത എല്ലാ കാലങ്ങളിലും നമ്മൾ പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കണം. മുദാവമത്തുൽ അമാൽ, പ്രവർത്തനങ്ങൾ നമ്മൾ തുടർത്തിക്കൊണ്ടേയിരിക്കണം. ഒരു കാലഘട്ടം മാത്രം ആരാധനക്ക് വേണ്ടി എന്നുള്ളതല്ല, എല്ലാ കാലഘട്ടങ്ങളിലും നമ്മൾ പ്രവർത്തിക്കണം എന്നുള്ളതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ ഈ മാസത്തെ പറ്റി, ശഅബാൻ മാസത്തെ പറ്റി പറയുന്നത് നമുക്ക് കാണാൻ കഴിയും. ഉസാമ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാൻ കഴിയും, ذلك شهر يغفل الناس عنه. ആ മാസം ജനങ്ങൾ അതിനെ അശ്രദ്ധമാക്കി കളയുന്ന മാസമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവർത്തനങ്ങളെ പറ്റിയിട്ട് ശഅബാൻ മാസത്തിൽ ധാരാളമായി നോമ്പ് അനുഷ്ഠിച്ചതായിട്ട് കാണാൻ കഴിയും. ആളുകൾ അതിൽ നിന്നൊക്കെ മാറി നിൽക്കുന്ന ആ ഒരു സമയത്തും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നോമ്പ് അനുഷ്ഠിച്ചതായിട്ട് കാണാൻ കഴിയും. മാത്രമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പറഞ്ഞു തന്നു, മുസ്ലിം റഹ്മത്തുള്ളാഹി റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാൻ കഴിയും, അൽ ഇബാദത്തു ഫിൽ ഹർജി കഹിജ്റത്തിൻ ഇലയ്യ. ബുദ്ധിമുട്ടുള്ള പ്രയാസങ്ങളുള്ള കാലഘട്ടത്തിൽ, ഫിത്നയുള്ള കാലഘട്ടത്തിൽ, ആളുകൾ അവരുടെ കാര്യങ്ങളിൽ മാത്രം ഒഴിഞ്ഞു നിൽക്കുന്ന കാലഘട്ടത്തിൽ, ഈ ഹദീസിനെ വിശദീകരിക്കുന്നിടത്ത് അതാണ് പറഞ്ഞത്. അൽ ഹർജ്, ബുദ്ധിമുട്ട്, പ്രയാസം, ഫിത്ന, ഇഖ്തിലാത്ത് ഉമൂരിന്നാസ്, ജനങ്ങൾ അവരുടെ കാര്യങ്ങളിൽ മാത്രം ഒഴുകുന്ന സന്ദർഭത്തിൽ, സ്വന്തം കാര്യങ്ങളിൽ മാത്രം ഒഴുകുന്ന കാലഘട്ടം, ഫിത്നയുടെ കാലഘട്ടം. ഇങ്ങനെയുള്ള കാലഘട്ടങ്ങളിൽ അമാലുകളിൽ, ഇബാദത്തുകളിൽ ശ്രദ്ധ ചെലുത്തുന്ന ആളുകൾ, ഇബാദത്തുകളിൽ കൂടുതലായി ശ്രദ്ധ പുലർത്തുന്ന ആളുകൾ, അവരുടെ ഫضൽ എന്താണ്? കഹിജ്റത്തിൻ ഇലയ്യ, എന്നിലേക്ക് ഹിജ്റ ചെയ്തു വന്നവനെ പോലെയാണ്, അത്രയും പ്രതിഫലമുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്. ആ വിഷയത്തിൽ ധാരാളമായിട്ട് സംസാരിക്കുന്നില്ല. ധാരാളം പണ്ഡിതന്മാരെ ആളുകൾ അശ്രദ്ധയിലായിരിക്കുമ്പോൾ പ്രവർത്തിക്കുന്നവർക്ക് ലഭിക്കുന്ന പ്രതിഫലങ്ങളെ പറ്റിയിട്ട് ധാരാളമായിട്ട് പറയുന്നുണ്ട്. അതേപോലെ തന്നെ പ്രവർത്തനങ്ങളുടെ പ്രതിഫലം കൂടുന്നതിന്റെ കാരണവും പണ്ഡിതന്മാർ പറഞ്ഞു. ഇബ്നുൽ ഖയ്യിം ജൗസി റഹ്മത്തുള്ളാഹി പറയുന്നുണ്ട്, ചില സമയങ്ങൾക്ക് പ്രത്യേകമായിട്ടുള്ള പ്രതിഫലം ലഭിക്കാനുള്ള കാരണം അന്നൽ ഔഖാത്ത്, ചില സമയങ്ങൾ, ആ സമയങ്ങളിൽ അല്ലതി യഗ്ഫുലുൻ നാസ്, ജനങ്ങൾ അശ്രദ്ധമായി കഴിയുന്ന സമയം, ആ സമയങ്ങളിൽ ധാരാളം പ്രതിഫലങ്ങളുണ്ട്. ഉദാഹരണമായി നമുക്ക് നോക്ക്, ജനങ്ങൾ ശഹവാത്തിൽ കഴിയുന്ന ഇച്ഛകളുമായി മുഴുകിക്കഴിയുന്ന സമയത്ത്, ജനങ്ങൾ ഇബാദത്തിൽ നിന്ന് മാറി നിൽക്കുന്ന സമയത്ത്, അതിനൊക്കെയാണ് കൂടുതൽ പ്രതിഫലമുള്ളത്. ഉദാഹരണത്തിന് നിങ്ങൾ എടുത്തു നോക്ക്, രാത്രിയുടെ അന്ത്യയാമങ്ങളിലുള്ള നമസ്കാരത്തിന്റെ പ്രതിഫലം
അതുപോലെ തന്നെ സ്വലാത്തുൽ വുസ്ത എന്ന് ഖുർആനിൽ പ്രതിപാദിച്ചിട്ടുള്ള സ്വലാത്തുൽ വുസ്ത, സ്വലാത്തുൽ അസ്ർ, അതിന്റെ പ്രതിഫലം, അതുപോലെ തന്നെ ഇശാഇന്റെ പ്രതിഫലം, ഇശാ ജമാഅത്തിന്റെ പ്രതിഫലം എടുത്തു നോക്കൂ. സ്വലാത്തുൽ ഇശാ, സ്വലാത്തുസ് സുബ്ഹ്, ഇവയുടെയൊക്കെ പ്രതിഫലം, ജമാഅത്തായി നമസ്കരിക്കുമ്പോഴുള്ള പ്രതിഫലം, ഈ രണ്ട് നമസ്കാരങ്ങളും ജമാഅത്തായിട്ട് പള്ളിയിൽ വെച്ച് നമസ്കരിച്ചാൽ ഉള്ള പ്രതിഫലം. ഇശാ മാത്രം പള്ളിയിൽ വെച്ച് നമസ്കരിക്കുകയാണെങ്കിൽ അയാള് നിസ്ഫുൽ ലൈൽ വരെ നിന്ന് നമസ്കരിച്ചവന്റെ പ്രതിഫലമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസ് നമുക്ക് കാണാൻ കഴിയും. സുബഹി നമസ്കാരം കൂടി അദ്ദേഹം നമസ്കരിക്കുകയാണെങ്കിലോ രാത്രി മുഴുവൻ നിന്ന് നമസ്കരിച്ചവനെ പോലെയാണ് എന്നുള്ള ഹദീസ് നമുക്ക് കാണാൻ കഴിയും. എന്തേ ഈ പ്രവർത്തനങ്ങൾക്ക് ഇത്രയും പ്രതിഫലം എന്നുള്ളതിനെ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളതാണ്. ആളുകളൊക്കെ അശ്രദ്ധയിലാണ്, ആളുകളൊക്കെ അവനവന്റെ കാര്യത്തിലാണ്, ആളുകളൊക്കെ അവരുടെ ശഹവാത്തുകളുമായി ദേഹേച്ഛകളുമായി കഴിയുന്ന സമയമാണത്. അതുകൊണ്ടാണ് ഇത്രയും പ്രതിഫലം എന്ന് പറയുന്നത്. അതേപോലെ തന്നെയാണ് വഖ്തു സഹർ, സുബൈക്ക് തൊട്ടു മുമ്പുള്ള സമയം, വഖ്തു സഹർ, അത്താഴത്തിന്റെ സമയം. അതിന്റെ പ്രത്യേകത എന്താ? ആളുകളൊക്കെ അശ്രദ്ധയിലാണ്, ആളുകൾ കിടന്നുറങ്ങുന്ന സമയമാണ്, ആരും എണീക്കുന്നില്ല. ആ സമയത്ത് അതേപോലെ തന്നെ അന്ത്യയാമത്തിൽ അല്ലാഹു തആല ഇറങ്ങുമെന്നും അല്ലാഹു തആല പ്രാർത്ഥിക്കുന്നവന്റെ പ്രാർത്ഥന കേൾക്കുമെന്നും, ചോദിക്കൂ ഞാൻ ഉത്തരം നൽകാം, ഇസ്തിഗ്ഫാർ തേടൂ ഞാൻ മഗ്ഫിറത്ത് നൽകാം എന്ന് പറയുന്ന സമയമാണ്. ആ സമയം, അതാണ് അതിന്റെ പ്രത്യേകത. ആളുകളൊക്കെ കിടന്നുറങ്ങാൻ, സുബൈക്ക് പോലും പള്ളിയിലേക്ക് വരാതെ, ജമാഅത്തിന് വരാതെ കിടന്നുറങ്ങുന്ന ആളുകൾ അല്ലെ. തണുപ്പാണ്, നല്ല തണുപ്പാണ്. ജമാഅത്തിന് വരാൻ പള്ളിയിലേക്ക് മടിയാണ്. ജമാഅത്തിന് വരണ്ട, ജമാഅത്തുമില്ല, ഫറളും ഖളാ നമസ്കാരം നഷ്ടപ്പെട്ടു പോകുന്ന, ഫറള് സുബഹ് നമസ്കാരം പോലും നഷ്ടപ്പെട്ടു പോകുന്ന ആളുകളില്ലേ? ആലോചിക്കണം, ഇത്തരം ആളുകൾ എല്ലാവരും ആലോചിക്കണം. ഇങ്ങനെ നമ്മൾ പോവുകയാണെങ്കിൽ, റമദാനിലേക്ക് നമ്മൾ കടക്കുന്നത് ഈ രൂപത്തിലൊക്കെയാണെങ്കിൽ, അശ്രദ്ധമായിട്ട് കഴിച്ചുകൂട്ടിയിട്ടാണ് റമദാനിലേക്ക് പോകുന്നത്. ഇവിടെ നമ്മൾ ആലോചിക്കണം. വൽതൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദിൻ, നാളേക്ക് വേണ്ടി എന്താ ചെയ്തു വെച്ചിട്ടുള്ളത് എന്നതിനെ പറ്റിയിട്ട് ആലോചിക്കണം. ആളുകൾ ഗഫ്ലത്തിലാവുമ്പോ വിശ്വാസി എന്നുള്ള നിലക്ക് നമ്മളെ അള്ളാഹുലേക്ക് കൂടുതൽ അടുക്കണം. അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, നമ്മളെ അള്ളാഹുവിൽ നിന്ന്, അള്ളാഹുവിനെ തൊട്ട് ഇസ്തിഹ്യാ ഉണ്ടാകണം. റമദാനിന്റെ മുന്നൊരുക്കമായി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നമ്മൾക്ക് തിന്മകൾ ചെയ്യാനോ തിന്മകൾ പറയാനോ ഒന്നും ഒരു ലജ്ജയുമില്ലാത്ത ഒരു അവസ്ഥയിലേക്ക് മാറിയിട്ടുണ്ട്. നാളെ അള്ളാഹുവിന്റെ മുമ്പിൽ എന്റെ പ്രവർത്തനങ്ങളെ വിചാരണക്കെടുക്കുമ്പോ, അവിടെ പ്രദർശിപ്പിക്കപ്പെടുമ്പോ, അള്ളാന്റെ മുന്നിൽ ഇതെല്ലാം പ്രദർശിപ്പിക്കപ്പെടുമ്പോ അവിടെ തലകുനിച്ച് നിൽക്കേണ്ട അവസ്ഥ. ഇവിടെ നമുക്ക് അള്ളാഹ് കാണുന്നുള്ളൊരു പേടിയില്ല, ഒരു ബോധവുമില്ല. ഒരു തിന്മ ചെയ്യുമ്പോയോ, ഒരു തിന്മ കാണിക്കുമ്പോയോ, ഒരു തിന്മയ്ക്ക് വേണ്ടി സാക്ഷിയാകുമ്പോയോ, പ്രവർത്തനത്തിൽ അത് വരുമ്പോയോ, സംസാരത്തിൽ വരുമ്പോയോ, വേണ്ടാത്തത് കാണുമ്പോയോ, അനുഭവിക്കുമ്പോയോ, പറയുമ്പോയോ, ചെയ്യുമ്പോയോ ഒന്നും അള്ളാഹുവിനെ പറ്റി ബോധമില്ല. അള്ളാഹു തആല കാണുന്നുണ്ട് എന്നുള്ള ബോധമില്ല. ആളുകൾ കണ്ടാൽ പ്രശ്നമാണ്. ആളുകൾക്ക് മുമ്പിൽ ആ തിന്മ ചെയ്യുമ്പോ അവൻ തലകുലിക്കുന്നു, ആളുകൾ അറിഞ്ഞാൽ അവൻ തലകുലിക്കുന്നു. എന്തേ? ലജ്ജയാണ്. തിന്മ ചെയ്തത് മറ്റുള്ള ആളുകൾ കണ്ടു കഴിഞ്ഞാൽ, മറ്റുള്ള ആളുകൾ അറിഞ്ഞു കഴിഞ്ഞാൽ അവൻ തലകുനിക്കും ലജ്ജിച്ചുകൊണ്ട്. പക്ഷേ ആളുകൾ കാണാതെ അവൻ ചെയ്യുന്നു. ആളുകൾ കണ്ടാലും കണ്ടില്ലെങ്കിലും, അല്ലാഹു തആല കാണുന്നുണ്ട്. യഅലമു ഖായിനത്തൽ അഅ്യുൻ വമാ തുഖ്ഫി സുദൂർ. അല്ലാഹു തആല കാണുന്നുണ്ട് എന്ന ബോധം നഷ്ടപ്പെട്ട് ലജ്ജയില്ലാതെ മനുഷ്യന്മാര് ചെയ്യുന്നു, പ്രവർത്തനങ്ങൾ ചെയ്യുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഅൻ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്തഹ്യൂ മിനല്ലാഹി ഹഖ്ഖൽ ഹയാ. ഇസ്തഹ്യൂ മിനല്ലാഹ്,
നിങ്ങൾ അള്ളാഹുവിനെ തൊട്ട് ഹയാ ഉള്ളവരാകണം. തിന്മ ചെയ്യുമ്പോ ആരാരും കാണുന്നില്ല എങ്കിൽ അല്ലാഹു തആല കാണുന്നുണ്ട് എന്നുള്ള ബോധമുണ്ടാവണം. അല്ലാഹ് ആ ഒരു ബോധത്തിലേക്ക് നമ്മെ എത്തിക്കട്ടെ. ആര് കണ്ടാലും നമുക്ക് ബാക്കിയുള്ള ആളുകൾ കണ്ടാൽ, സൃഷ്ടികൾ മുഴുവൻ കണ്ടാൽ നമുക്ക് പ്രശ്നമാണ്. ഒരാൾ കണ്ടാൽ പ്രശ്നമാണ്. പക്ഷെ അള്ളാഹ് കാണുന്നുണ്ട് എന്നുള്ള ഒരു ലജ്ജയും ഇല്ലാതെ നമ്മൾ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. ഇസ്തഹ്യൂ മിനല്ലാഹി ഹഖൽ ഹയാ. എല്ലാ തിന്മകളിൽ നിന്നും മാറിക്കൊണ്ട് അള്ളാഹ് കാണുന്നുണ്ട്. മുഹ്സിനെ പറ്റി എന്താ പറഞ്ഞത്? ആരാണ് മുഹ്സിൻ എന്ന് പറഞ്ഞിടത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുന്നത് എന്താ? ഇബാദത്ത് ചെയ്യുന്നിടത്ത് നീ അള്ളാഹുവിനെ കാണുന്നത് പോലെ ആരാധിക്കണമെന്ന. ഫഇല്ലം തകുൻ തറാ, നീ അവനെ കാണുന്നില്ല എങ്കിലും ഫഇന്നഹു യറാക്, അവൻ നിന്നെ കാണുന്നുണ്ട് എന്നുള്ള രൂപത്തിൽ നിങ്ങൾ എന്ത് ചെയ്യണം? പ്രവർത്തിക്കണം. അതേ ഒരു രൂപമാണ് നമ്മുടെ ജീവിതത്തിൽ തിന്മ വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇസ്തഹ്യൂ മിനല്ലാഹി, നിങ്ങൾ അള്ളാഹുവിനെ തൊട്ട് ഇസ്തിഹ്യാ ഉള്ളവരായി തീരണം. ഹഖൽ ഹയാ, കൃത്യമായ രൂപത്തിലുള്ള ലജ്ജ അത് നമുക്കുണ്ടായിരിക്കണം. അതുകൊണ്ട് ഈ രണ്ട് കാര്യങ്ങളെപ്പറ്റി കൃത്യമായ രൂപത്തിൽ നമ്മൾ ശ്രദ്ധിക്കുക. അല്ലാഹു തആല അവൻ ഇഷ്ടപ്പെടുന്ന ആളുകളുടെ കൂട്ടത്തിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും ഫസ്തഗ്ഫിറൂ ഫഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. الحمد لله حمدا حمدا وشكر لله شكرا شكرا وصلى الله على نبينا محمد وعلى آله وصحبه أجمعين وأوصيكم ثانيا بتقوى الله. സഹോദരങ്ങൾ, നമ്മൾ പറഞ്ഞു വന്നത് ആളുകൾ അശ്രദ്ധയിലായിരിക്കുമ്പോൾ നമ്മൾ പ്രവർത്തനങ്ങളിൽ മുഴുകുക, അതിന് ധാരാളം പ്രതിഫലങ്ങളുണ്ട്. രണ്ടാമത്തെ കാര്യം, തിന്മകളിൽ നിന്ന് മാറി നിൽക്കുക. അല്ലാഹു തആലയുടെ മുന്നിൽ നമ്മുടെ പ്രവർത്തനങ്ങൾ പ്രദർശിപ്പിക്കപ്പെടും. അവിടെ നമ്മുടെ പ്രവർത്തനങ്ങൾ പ്രദർശിപ്പിക്കപ്പെടുമ്പോൾ അവിടെ ലജ്ജിക്കുന്നതിന് പകരം തല താഴ്ത്തേണ്ട അവസ്ഥയുണ്ടാകുന്നതിന് പകരം ഇവിടെ തെറ്റുകൾ വരുമ്പോൾ അത് അള്ളാഹു കാണുന്നുണ്ട് എന്നുള്ള ബോധം നമ്മിൽ ഉണ്ടാകുക. അള്ളാഹുവിനെ പറ്റിയിട്ട് അള്ളാഹ് കാണുന്നുണ്ട് എന്നുള്ള ബോധത്തോടു കൂടി ആ തിന്മകളിൽ മാറി നിൽക്കുക എന്നുള്ളതാണ്. മൂന്നാമത്തെ കാര്യം, നമ്മൾ റമളാനിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ശഅബാനിൽ നമ്മൾ ഇപ്പോൾ ഉള്ള സ്ഥിതിക്ക് അല്ലാഹു ആലം നമ്മൾ ആരൊക്കെയാണ് ആ ഒരു റമളാന്റെ മാസത്തിലേക്ക് എത്തിച്ചേരുക എന്നുള്ളത് അറിയില്ല. എന്നിരുന്നാലും പ്രാർത്ഥിക്കുക റമളാനിൽ എത്തിച്ചേരുവാനും അതിൽ ധാരാളം അമലുകൾ ചെയ്യുവാനുള്ള തൗഫീഖിന് വേണ്ടി നമുക്കും നമ്മുടെ കുടുംബങ്ങൾക്കും വേണ്ടിയിട്ടും നമ്മൾ എപ്പോഴും പ്രാർത്ഥിക്കുക. അല്ലാഹു തആല നമ്മെ എല്ലാവരെയും റമളാനിൽ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. സഹോദരങ്ങളെ, മൂന്നാമത്തെ കാര്യം, നമ്മൾ ഹിഖദ് ഒഴിവാക്കുക, പക ഒഴിവാക്കുക എന്നുള്ളതാണ്. മനുഷ്യന്റെ മനസ്സിൽ ഒരിക്കലും മാറ്റാൻ കഴിയാത്ത ചില സംഗതികളുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് പക എന്ന് പറയുന്നത്. ചില ആളുകളിൽ മാത്രം, ചില ആളുകൾ വളരെ വിനയാന്വിതരാണ്, അവരുടെ മനസ്സിൽ പകയില്ല. അബ്ദുല്ലാഹി ഇബ്നു സലാം റളിയല്ലാഹു അൻഹുവിനെ പോലെ മറ്റൊരു റിപ്പോർട്ടിൽ അബൂ ദുജാന റളിയല്ലാഹുവിനെ പറ്റിയും അതേ വിഷയം വന്നിട്ടുണ്ട്. ഹിഖദില്ലാത്ത, പകയില്ലാത്ത. എന്തിനാ ഇതിവിടെ പറഞ്ഞതെന്നോ, നമ്മുടെ അമലുകളെ അല്ലാഹു തആല ഉയർത്തും. ആ അമലുകൾ ഉയർത്തപ്പെടുമ്പോൾ ചില ആളുകളുടെ അമലുകളെ അല്ലാഹു തആല അവിടെ തടുത്തു വെക്കും. ധാരാളം അമലുകൾ നമ്മൾ ചെയ്യുന്നുണ്ട്, ധാരാളം അമലുകൾ ചെയ്യുന്നുണ്ട് അവർ. ചില ആളുകൾ അമലുകളെ ഒഴിവാക്കി കളഞ്ഞ ആളുകളുണ്ട്, ഗഫലത്തിൽ മാത്രം ജീവിക്കുന്ന ആളുകളുണ്ട്, അശ്രദ്ധയിൽ മാത്രം ജീവിക്കുന്ന ആളുകൾ. ഞാൻ പറയുന്നത്, നമ്മൾ അമലുകൾ ചെയ്യുന്ന ആളുകളാണെങ്കിൽ നമ്മുടെ മനസ്സിൽ നിന്ന് ഈ സാധനത്തെ ഒഴിവാക്കണം. ഇല്ലെങ്കിൽ നമ്മുടെ പ്രവർത്തനങ്ങൾ അല്ലാഹു തആല ഉയർത്തുകയില്ല. റമളാനിലേക്ക് എത്തുന്നതിന് മുമ്പ്, റമളാനിലെത്തിയാലും ഒക്കെ ജീവിതത്തിൽ എപ്പോഴും നമ്മൾ കൊണ്ടു നടക്കേണ്ടതാണ്. ഇബ്നു മാജ റഹ്മത്തുള്ളാഹി റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാൻ കഴിയും, ഫയഗ്ഫിറു ലിൽ മുഅ്മിനീന, മുഅ്മിനീങ്ങൾക്ക് അല്ലാഹു തആല പുറത്തു നൽകും. എന്നിട്ട് അതിന്റെ ബാക്കിയായി കാണാം, വയദഉ അഹ്ലൽ ഹിഖദി ബിഹിഖദിഹിം ഹത്താ യദഉ. എന്നാൽ ചില ആളുകളുടെ
പ്രവർത്തനത്തെ അല്ലാഹു തആല അല്ലെങ്കിൽ അവർക്ക് പുറത്തു കൊടുക്കുന്നതിന് അല്ലാഹു തആല അവിടെ സ്റ്റോപ്പ് ചെയ്തു വെക്കും. വ്യാഴാഴ്ചയിലെയും തിങ്കളാഴ്ചയിലെയും നോമ്പിനെ പറ്റി പറയുന്നിടത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്താ? അവിടെ പ്രവർത്തനങ്ങൾ അല്ലാഹു തആല ഉയർത്തുന്നു. എന്നിട്ട് അല്ലാഹു തആല റസൂലുള്ള പറഞ്ഞു തരാണ്, ചില ആളുകളുടെ പ്രവർത്തനങ്ങൾ അല്ലാഹു തആല അവിടെ വെക്കും, ഉയർത്തൂല. എന്താണ് അവരുടെ പ്രശ്നം? അവർക്ക് രണ്ടുപേർക്കും ഇടയിൽ, സഹോദരങ്ങൾക്കിടയിൽ ഷഹനാ, അവർക്കിടയിൽ പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കി റമളാനിലേക്ക് നമ്മൾ കടക്കണം. റമളാന്റെ മാത്രം വിഷയമല്ല, നമ്മുടെയൊക്കെ പ്രവർത്തനങ്ങൾ ചിലപ്പോൾ അവിടെ ഇങ്ങനെ തട്ടി നിൽക്കുകയായിരിക്കും. ഇതുവരെ മനസ്സിൽ നിന്ന് ഇതുണ്ടാവില്ല, ഈ പക ഒഴിവാക്കിയിട്ടുണ്ടാവില്ല. ഇതിവിടെ അങ്ങനെ കൊണ്ട് നടന്നിട്ട് ജീവിക്കുകയാണ്. പ്രവർത്തനങ്ങളൊക്കെ അവിടെ കിടക്കുക, അള്ളാഹിന്റെ അടുക്കലേക്ക് ഉയർത്തപ്പെട്ടിട്ടില്ല. ഇങ്ങനെ ജീവിച്ചു പോകാനാണോ നമ്മൾ ഉദ്ദേശിക്കുന്നത്? നമ്മൾ കുറേ പ്രവർത്തനങ്ങൾ ചെയ്തിട്ട് ആ പ്രവർത്തനങ്ങൾ അവിടെ കിടക്കുന്നു, അള്ളാഹിന്റെ അടുക്കലേക്ക് ഉയരുന്നില്ല എങ്കിൽ എന്നാലും വേണ്ട, ഞാൻ മുണ്ടൂല എന്നാണെങ്കിൽ ഭാവമെങ്കിൽ അത് പിന്നെ പരലോകത്ത് നമ്മൾ അനുഭവിക്കേണ്ടി വരും. അങ്ങനത്തെ പ്രശ്നങ്ങളിലേക്ക് നമ്മൾ ബുദ്ധിയില്ലാത്തവരായി നമ്മൾ മാറരുത്. അതൊക്കെ ഒഴിവാക്കിയിട്ട് എന്തേ ഒന്ന് ചിരിച്ചാൽ, എന്തേ ഒന്ന് സലാം പറഞ്ഞാൽ, എന്തേ ഇതൊക്കെ ഒന്ന് പറഞ്ഞു ഒഴിവാക്കിയാൽ, ചെറിയ ചെറിയ വിഷയങ്ങളുടെ പേരിൽ ഇതൊക്കെ നമ്മുടെ അമലുകളെ ബാധിക്കുന്നതാണ് എന്നുള്ള ഓർമ്മയിൽ, നരകത്തിന്റെയും സ്വർഗത്തിന്റെയും കാര്യമാണ് എന്നുള്ള ബോധ്യത്തിൽ നമ്മൾ പ്രവർത്തിക്കുക. റമളാനിന് വേണ്ടിയിട്ട് ഇപ്പോഴേ സജീവമാകുക, പ്രവർത്തനങ്ങൾ നിരതമാകുക. അല്ലാഹു തആല അവനിഷ്ടപ്പെടുന്ന അടിമകളുടെ കൂട്ടത്തിൽ നാം ഇവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, നമുക്കൊക്കെ അറിയാവുന്ന ഒരു സഹോദരൻ മനാഫ് ബാസിയയിലെ ഹൈലാൻഡ് ഹോട്ടലിൽ വർക്ക് ചെയ്തിരുന്ന അദ്ദേഹം ഇന്നലെ മരണപ്പെട്ടു. അദ്ദേഹത്തിന് വേണ്ടിയിട്ട് എല്ലാ ആളുകളും പ്രാർത്ഥിക്കുക. നമ്മളൊക്കെ മരിക്കാൻ, നമ്മളൊക്കെ ജീവിച്ചിരിക്കുന്നവരാണ്, മരണം ഉണ്ടാവും, ഒരു സംശയവുമില്ല. അതുകൊണ്ട് ആ ഒരു ബോധ്യത്തോടു കൂടി തന്നെ മനാഫ് പുള്ളിക്കപ്പറമ്പിൽ അദ്ദേഹത്തിന് വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കുക. അദ്ദേഹത്തിൻ്റെ എല്ലാ പാപങ്ങളും അല്ലാഹു തആല പുറത്തു മാപ്പാക്കി നൽകുമാറാവട്ടെ. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് അദ്ദേഹത്തിൻ്റെ വിടവ് നികത്തി നൽകുമാറാവട്ടെ. അവർക്ക് കുടുംബങ്ങളിലുള്ള ആളുകൾക്ക് മനസ്സിന് സമാധാനം പ്രദാനം ചെയ്യുമാറാവട്ടെ. അള്ളാഹു ഞങ്ങൾ വന്നുപോട്ടിൽ ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളിലും പുറത്തു മാപ്പാക്കി നൽകണം റഹ്മാൻ എന്നതാണ്. അള്ളാഹുവെ, ഞങ്ങളുടെയൊക്കെ മനസ്സിലുള്ള സ്വാലിഹായ ആഗ്രഹങ്ങൾ ഖൈറായതിന് ഞങ്ങൾക്ക് നൽകുകയും ഷർറായതിനെ നന്മയാക്കി പരിവർത്തിപ്പിച്ച് നൽകുകയും ചെയ്യണം റഹ്മാൻ എന്നതാണ്. അപർശിക്ഷയിൽ നരകശികൾ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും കാത്തുരക്ഷിക്കണം റഹ്മാൻ എന്നതാണ്. അള്ളാഹു ദുനിയാവിൽ ജീവിക്കുന്ന കാലത്തോളം ഈമാനോടും തഖ്വയോടും കൂടി ജീവിക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കണം റഹ്മാൻ എന്നതാണ്. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجر والدينا من النار، اللهم أجر والدينا من النار. اللهم انصر إخوان المسلمين في كل مكان، اللهم انصر إخوان المسلمين في كل مكان. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم دمر أعداءك وأعداء الدين. اللهم انصر إخواننا في فلسطين، اللهم انصرهم نصرا كاملا. اللهم عليك باليهود، اللهم شتت شملهم وفرق جمعهم. اللهم أرنا فيهم عجائب قدرتك. اللهم وفق أميرنا وولي عهده لهداك، واجعل عملهما في رضاك، وألبسهما ثوب الصحة والعافية والإيمان يا ذا الجلال والإكرام. ربنا تقبل منا إنك أنت السميع العليم، وتب علينا إنك أنت التواب الرحيم، واغفر لنا يا غافر المذنبين. وصلى الله على نبينا محمد وعلى آله وصحبه أجمعين، والحمد لله رب العالمين.